പക്ഷേ എന്തിനാണ് ആഷ്ലി ടെല്ലിസ് എന്ന് പറയുന്ന നേരത്തെ US പ്രതിരോധ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ വംശജനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അത് ഇപ്പോ ലോകമാധ്യമങ്ങളുടെ തലക്കെട്ട് പിടിച്ചടക്കിയ ഒരു പേരാണ് ആഷ്ലി ടെല്ലിസ്. സത്യത്തിൽ നേർവഴിക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യക്ക് അഭിമാനമായ ഒരാളാണ്. ബോംബെക്കാരനാണ്. അദ്ദേഹം പഠിച്ചത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അക്കാലത്ത് വലിയ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അമേരിക്കൻ ഉദ്യോഗസ്ഥനായി മാറുകയാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയിലാണ്. അതായത് അമേരിക്കൻ അംബാസഡറുടെ അഡ്വൈസറായിട്ട്. ആലോചിച്ച് നോക്കൂ, നല്ല പോസ്റ്റാണത്. അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസഡർക്ക് ചീഫ് അഡ്വൈസറായ പോസ്റ്റിലൊക്കെ ഇരുന്നയാളാണ് ആഷ്ലി. വലിയ അപാരമായ ബുദ്ധിജീവിയാണ്. മാത്രമല്ല പിന്നീട് അദ്ദേഹം എത്തിപ്പെട്ടത് ഈ വലിയ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട് ഇവരുടെ, ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാരുടെയും അമേരിക്കൻ ബുദ്ധിജീവികളുടെയും തിങ്ക് ടാങ്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അതിലൊക്കെ ചെന്നുപെട്ടയാളാണ്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ വെർജീനിയയിൽ, അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലായിരുന്നല്ലോ ദീർഘകാലം. ആദ്യം ഇന്ത്യയിൽ അമേരിക്കയിലെ എംബസിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അമേരിക്കൻ ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തെ റാഞ്ചി കൊണ്ടുപോയി. ചില്ലറ പോസ്റ്റിലല്ല, അമേരിക്കൻ പ്രതിരോധ വകുപ്പിലേക്ക് വലിയ ചീഫ് കൺസൾട്ടന്റോ എന്തൊക്കെ ആയിട്ട് വലിയ പോസ്റ്റിലാണ് അദ്ദേഹത്തെ നിയമിച്ചത്. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിൽ അമേരിക്ക ആരോട് യുദ്ധം ചെയ്യണം, ഏത് ആയുധം നിർമ്മിക്കണം, ആർക്ക് വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഉത്തരവാദപ്പെട്ട പോസ്റ്റിലിരുന്നയാളാണ്. ആ പോസ്റ്റിലിരുന്നയാളെ ഇപ്പോൾ അമേരിക്ക സംശയിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തെ നിരീക്ഷണത്തിൽ, അദ്ദേഹത്തെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി എന്നാണ് ഫോക്സ് ന്യൂസ് US-ന്റെ തന്നെ ഔദ്യോഗിക ഏജൻസിയാണ്. ഫോക്സ് ന്യൂസ് പറയുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതി വകുപ്പ്, DOJ എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, നമ്മുടെ പോലീസ് വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും പറയുന്ന പേരാണ്. അപ്പോൾ പോലീസ് വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് എന്തിനാണ് നീ ചോദിച്ച ചോദ്യം, ആഷ്ലി ടെല്ലിസിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ ഫോക്സ് ന്യൂസിൽ വന്ന വാർത്തയാണ് നമ്മൾ ഉപജീവിക്കുന്നത്. സംഭവം ഇതാണ്. ഇദ്ദേഹത്തെ കഴിഞ്ഞ കുറെ കാലമായി ഇവർക്ക്, അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഉദ്യോഗം വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഇവർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് നേരത്തെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ചില ബന്ധങ്ങൾ, വേറൊരു കാര്യം എന്താ വെച്ചാൽ, സംശയിക്കാൻ തുടങ്ങിയൊരു കാര്യം, ഇദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം അവിടുത്തെ ഈ കാർണജി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ്, ലോക സമാധാനത്തിന് ഉണ്ടാക്കിയ ഒരു NGO, അത് തിങ്ക് ടാങ്കുകളുടെയാണ്, എന്ന് വെച്ചാൽ ബുദ്ധിജീവികളുടെ ഒരു NGO. അതിൽ ഇദ്ദേഹത്തിന്റെ ബന്ധം അമേരിക്ക സംശയിച്ചിരുന്നു. ഈ ഒരു കാലത്ത് ലോക സമാധാന സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അത് അമേരിക്കക്കെതിരായിരിക്കും, സംശയിച്ചിരുന്നു. വേറൊന്ന്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ലതല്ല, ബന്ധം വഷളായിക്കൊണ്ടിരിക്കുക, കുറഞ്ഞ കാലമായിട്ട് അപ്പോൾ ആ കാലത്ത് ഇദ്ദേഹം വഹിക്കുന്ന ഒരു പോസ്റ്റാണ് ടാറ്റ സെന്റർ ഫോർ സ്ട്രാറ്റജിക് അഫയേഴ്സ്. ഇന്ത്യക്കാരനായ ടാറ്റ സ്പോൺസർ ചെയ്യുന്ന സെന്റർ ഫോർ സ്ട്രാറ്റജിക് അഫയേഴ്സ്, ഈ നയതന്ത്ര കാര്യങ്ങൾക്ക് പഠിപ്പിക്കുകയും ഗവേഷണം റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഡയറക്ടറായിട്ടും ഇദ്ദേഹം, അതിലെ റിസർച്ച് ഗൈഡായിട്ടൊക്കെ ഇദ്ദേഹം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ അദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ വാച്ച് ചെയ്ത് വെറുതെ ആയില്ല. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായത് ഇദ്ദേഹത്തെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് നിരന്തരമായി ചൈനീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ചൈനയുടെ ചില്ലറക്കാരായ ഉദ്യോഗസ്ഥന്മാരല്ല, വമ്പന്മാരും അവരുടെ ചാരന്മാരും അവരുടെ പ്രതിരോധ വകുപ്പിലെ മികച്ച വൻകിട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിരന്തരം കണ്ടുമുട്ടുന്നുണ്ട്. പലതും കൈമാറുന്നുണ്ട് എന്ന് തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് അവർക്ക് കൃത്യമായ വിവരം കിട്ടിയപ്പോൾ അമേരിക്കയിൽ എളുപ്പത്തിലൊന്നും റെയ്ഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലെമാതിരി തോന്നിയതിൻ്റെയൊക്കെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടി അനുമതി വാങ്ങിയിട്ടാണ് വെർജീനിയയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് ചെയ്തത്. 1000 രഹസ്യ രേഖകൾ കണ്ടെത്തിയെന്ന, പല രേഖകളുടെയും പുറത്ത് ടോപ്പ് സീക്രട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ടോപ്പ് സീക്രട്ട് എന്ന് അച്ചടിച്ചിട്ടുള്ള 1000-ലേറെ രേഖകൾ കണ്ടെടുത്തു എന്നാണ്. അത് അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട, ആലോചിച്ചു, പ്രധാനപ്പെട്ട രേഖകളാണ്. ആ രേഖകളിൽ അദ്ദേഹം കോപ്പിയെടുത്തു. അതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഇതാണ് അമേരിക്കൻ സൈനിക ശേഷിയും ആയിട്ട് ബന്ധപ്പെട്ട, അമേരിക്കയ്ക്ക് എന്തുമാത്രം സൈനിക ശേഷിയുണ്ട്, എത്ര ആറ്റം ബോംബുണ്ട്, എത്ര മിസൈലുകളുണ്ട്, എത്ര സൈനിക വിമാനങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ കണക്ക്. വേറൊന്ന്, പ്രതിരോധത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, അമേരിക്കൻ ഡിഫൻസിൻ്റെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണ്, ഓരോന്നിൻ്റെയും കപ്പാസിറ്റി എന്താണ്, ഓരോന്നിൻ്റെ എത്ര ദൂരത്തേക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, ഇൻവെൻട്രി എന്താണ്, ഇതിൻ്റെ മുഴുവൻ രേഖകൾ ഇതിലുണ്ട്. ഇത് മുഴുവൻ എന്തിന് ഇദ്ദേഹം പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയിരിക്കുന്ന ചാർജ് ഒന്ന് മാത്രമാണ്. ഈ രേഖകളൊക്കെ അദ്ദേഹം അനധികൃതമായി കൈവശം വെച്ചു. അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ
അദ്ദേഹത്തിന്റെ ഈ ഫയലുകൾ വെക്കുന്ന ക്യാബിനറ്റ് ഉണ്ടല്ലോ, ക്യാബിനറ്റിനകത്ത് മുഴുവൻ ഈ ഡിഫൻസിന്റെ ഫയലുകളാണ്. ഒന്ന്. രണ്ട്, അതോടൊപ്പം തന്നെ പ്രത്യേകം പെട്ടികളായിട്ട്, വലിയ കാർട്ടൂൺ പെട്ടികളിലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് രേഖകൾ. അതിനും പുറമെ നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്ന വേസ്റ്റിന്റെ കവർ, വേസ്റ്റ് കവറുകൾ, വേസ്റ്റ് ബിന്നുകൾ ഉണ്ടല്ലോ, ഈ കവറുകൾക്കകത്തൊക്കെ കെട്ടിവെച്ചിരിക്കുന്നു ആയിരക്കണക്കിന് രേഖകൾ. ഒരു രാജ്യത്തിന്റെ എല്ലാ രേഖകളും ചോർത്തിയെടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു മുറിയിൽ. മാത്രമല്ല അദ്ദേഹത്തിന് നേരെ ചുമത്തിയിരിക്കുന്ന ഒറ്റ വകുപ്പാണ്, ഈ രേഖകളൊന്നും കൈവശം വെക്കാനുള്ള അവകാശം അദ്ദേഹത്തിനില്ല. അപ്പൊ അനധികൃതമായി അമേരിക്കൻ പ്രതിരോധ രേഖകൾ കൈവശം വെച്ചു എന്ന വകുപ്പ് മാത്രമേ അദ്ദേഹത്തിന് പേരിൽ ഇപ്പൊ ചുമത്തിയിട്ടുള്ളൂ. ഇനി കൈവശം വെച്ചത് മറ്റെന്തെങ്കിലും പ്രയോജനപരമായ കാര്യത്തിനാണ്, അമേരിക്കക്കെതിരായി ഉപയോഗിക്കാനാണ് എങ്കിൽ അത് കുറ്റമായി തെളിയണം. അതിൻ്റെ അന്വേഷണത്തിനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിൽ വിട്ടിരിക്കുന്നു. അവിടുത്തെ കോടതി, ഈ വെർജീനിയയിലെ കോടതി അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുന്ന വെച്ചാൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് അറസ്റ്റ് ചെയ്തത്. അവർക്ക് കസ്റ്റഡിയിൽ കൊടുത്തിരിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ വിചാരണ തുടങ്ങാൻ പോകുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ, അമേരിക്ക ഒരു നിയമം എന്താണെന്നറിയോ, കുറ്റം തെളിയുന്നത് വരെ ഒരു കുറ്റവാളിയെ ഉപദ്രവിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ എല്ലാതരം ഉപദ്രവങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ പുറം ലോകം കാണില്ല എന്ന് മാത്രമല്ല, നിയമപരമായി തന്നെ 10 വർഷം തടവ് കൊടുക്കാവുന്ന ശിക്ഷയാണ്. $2.5 ലക്ഷം പിഴ ഈടാക്കാവുന്ന ശിക്ഷയുമാണ്. എന്ത്? അനധികൃതമായി പ്രതിരോധ രേഖകൾ മറ്റേതെങ്കിലും രാജ്യത്തിന് കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആഷ്ലി ടെല്ലീസിൻ്റെ ജീവിതം വലിയ അപായകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോക്സ് ന്യൂസിൻ്റെ വാർത്ത പറയുന്നത്, വർഷങ്ങളായിട്ട് ചൈനീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഇദ്ദേഹം പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 2022 വെർജീനിയയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇവർ പകർത്തിയിട്ടുണ്ട്. FBI-യുടെ കയ്യിൽ ആ തെളിവുണ്ട്. മാത്രമല്ല, ആ കൂടിക്കാഴ്ചക്ക് പോകുമ്പോൾ 2022 വെർജീനിയയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അദ്ദേഹം പോകുന്ന മീറ്റിംഗ്, ആ മീറ്റിങ്ങിലേക്ക് കടന്നു പോകും. മുറി കടക്കുന്നത് വരെ ഇവരുടെ കയ്യിലുണ്ട് ദൃശ്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലൊരു വലിയ കവറുണ്ട്, മനില കവർ ഒരു കവറുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയ മുറിയിലേക്ക് കുറെ ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ കയറി വരുന്നുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ മനോഹരമായി പാക്ക് ചെയ്ത ഗിഫ്റ്റ് ബോക്സുകളുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഇതേ FBI-യുടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു. ഈ മനില കവർ ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല, പകരം ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്തിനായിരുന്നു ആ മീറ്റിംഗ്? എന്തായിരിക്കും ആ കൊടുത്തത്? അതാണ് ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള തെളിവ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട തെളിവാണത്. ഇത് മാത്രമല്ല, ഇവരിപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഹാജരാക്കിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ്സ് ആണ്. ഫോൺ റെക്കോർഡ്സ്, കോൾ ലോഗ്സ് ഒക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഇവിടുത്തെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന നല്ല സൗഹൃദമുള്ളവരുണ്ടാവുമല്ലോ, അവരോട് ചില പ്രത്യേക രേഖകൾ പ്രിന്റ് ചെയ്ത് തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അവരിലൂടെയാണ് അപ്പോൾ പലരും കുടുങ്ങുന്നർത്ഥം. അവരാണിത് പ്രിന്റ് ചെയ്ത് വ്യക്തിപരമായ ബന്ധത്തിൽ ഫ്രണ്ട്ഷിപ്പിൽ കൊടുത്തതായിരിക്കും. അത് എന്തെങ്കിലും പഴയത് റെഫർ ചെയ്യാനൊക്കെയുള്ള രീതിയിൽ കൊടുത്തതായിരിക്കും. പക്ഷെ അവർ കൂടി ഇത് പങ്കാളികളാണ്. പക്ഷെ ഉദ്ദേശപൂർവ്വമാണെങ്കിൽ അവരും കുടുങ്ങും. കഴിഞ്ഞ സെപ്റ്റംബർ 12 അങ്ങനെ ഒരു രേഖ പ്രിന്റ് ചെയ്ത് കൊടുത്തതിൻ്റെ തെളിവ് ഇവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല, ഈ സർക്കാർ കെട്ടിടങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് ഏതൊക്കെ ഓഫീസിലേക്ക് ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്, ഏതൊക്കെ സെക്ഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, തുടർച്ചയായിട്ട് ഇവർ സർവേ ചെയ്ത് നോക്കുമ്പോൾ, നിരീക്ഷിച്ച് നോക്കുമ്പോൾ, ആ ഓഫീസുകളിൽ നിന്നൊക്കെ ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ആ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നൊക്കെ അന്നേ ദിവസം ചില ഉദ്യോഗസ്ഥന്മാർ ബ്രീഫ് കേസുകളുമായിട്ട് പുറത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ ഊഹങ്ങളാണ്, FBI-യുടെ പോലീസിൻ്റെ ഊഹങ്ങളാണ്. എന്തായാലും അത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം അവിടുത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന വിദേശകാര്യ വകുപ്പിലും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഇടയ്ക്കിടെ ഇദ്ദേഹം തന്നെ ഹിംസെൽഫ് ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ അവിടുന്ന് പിരിഞ്ഞു പോകുന്നൊരു കാലം കുറേയായി. ഇടയ്ക്കിടയ്ക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ സന്ദർശനം നടത്തുന്നതിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. അന്ന് ജോലി ചെയ്തിരുന്നു എന്ന കാരണം കൊണ്ട് ഇദ്ദേഹം പിന്നെ അവിടെ ഈ പരിചയം പുതുക്കാനോ അതിന് പ്രതിഫലം കൊടുക്കാനോ അവരോട് പറഞ്ഞേൽപ്പിക്കാനോ ഒക്കെ ആയിരിക്കാം എന്ന് അവർ ഊഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടന്റ് ആയിരുന്നു അദ്ദേഹം എന്നത്, വലിയ ഉദ്യോഗം വഹിച്ചിരുന്ന ആളായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ
സംശയം, അദ്ദേഹത്തിനെതിരായ സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ വക്കീല് ഡെബോറ കർട്ടിസ് എന്ന അദ്ദേഹത്തിൻ്റെ വക്കീല് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞങ്ങളൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുമുണ്ട്. അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ കയ്യിലുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ FBI അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുമുണ്ട്, അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ, ബാക്കി കോടതിയിൽ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആഷ്ലി ടെല്ലിസ് എന്ന ഉത്തമപുത്രൻ, ഇന്ത്യയുടെ ഉത്തമപുത്രൻ വഴിവിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് അപമാനം ഉണ്ടാക്കുന്ന നേട്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു കാര്യമുണ്ട്, അന്താരാഷ്ട്ര ഇടപെടൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചൈനയെ സഹായിച്ചു എന്നതാണ് കുറ്റമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റും ചൈന ഗവൺമെൻറ്റും ചേർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം. അങ്ങനെ ഒരു സാധ്യതയും നമുക്കിപ്പോൾ കാണാൻ പറ്റും. എന്ത് സംഭവിക്കുമെന്ന് അടുത്ത ആഴ്ചയ്ക്ക് ശേഷം, കോടതിയിലെ വിചാരണയ്ക്ക് ശേഷം, ഹിയറിങ്ങിന് ശേഷം നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ ആഷ്ലി ടെല്ലിസ് ആശങ്കയുടെ മുൾമുനയിലാണ്. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.